ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ലോഗായിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എങ്ങനെ വർക്കൊക്കെ എങ്ങനെ നടക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ എന്നത്തെ ദിവസം പോലെ തന്നെ കേക്ക് ഓർഡർ ഉള്ള ദിവസമാണ്, അതുപോലെ തന്നെ സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് കേക്കിൻ്റെ സ്പഞ്ചസ് ഓരോന്നായിട്ട് ബേക്കാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പഞ്ച് കേക്കെല്ലാം നമുക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വർക്കുള്ള ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ എണീക്കും, എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാറാണുള്ളത്. പിന്നെ ചിലപ്പോൾ മടിയൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ തലേ ദിവസം തന്നെ ക്രം കോട്ടിങ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ കേക്ക് ബേക്കാക്കാൻ വേണ്ടിയില്ല, അപ്പോൾ കുറച്ച് പാത്രങ്ങളുള്ളൂ കേട്ടോ. ഇത് ആ സമയത്ത് തന്നെ കഴുകി വെക്കും. പിന്നെ നമുക്ക് കിച്ചണിൽ ബാക്കി വർക്ക് ചെയ്യുമ്പോഴുള്ള പാത്രങ്ങൾ പിന്നെ കഴുകാനുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് കഴുകി വെച്ചതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇവിടെ ഓരോ ജോലികളായിട്ട് ചെയ്യാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഊറ്റിയെടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പേരിയും അതുപോലെ തന്നെ വെണ്ടക്ക ഫ്രൈ ചെയ്തതും ബീട്രൂട്ട് ഉപ്പേരിയും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അധികം തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പുട്ടനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പുട്ടാകുമ്പോൾ പിന്നെ ഒരു ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. അപ്പോൾ അധിക ദിവസങ്ങളിലും പുട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ കപ്പ് കേക്കൊക്കെ ഓരോന്നായിട്ട് ബേക്കായി വരുന്നുണ്ട്. കപ്പ് കേക്ക് പിന്നെ സ്പഞ്ച് ബേക്കാവണം അത്രയും ടൈമിന് നമുക്ക് കപ്പ് കേക്കിന് വേണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ ഈ ഒരു 4 പാത്രങ്ങളിലുള്ളതേ ആക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബാറ്റർ വെക്കാത്തുണ്ടായിരുന്നു, അത് പിന്നീട് വെച്ച് കൊടുത്തു. പിന്നെ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ. പുട്ടിൽക്കാണ് പപ്പടം, പിന്നെ പപ്പടം കൂടിയാണ് പുട്ടിൽക്ക് ആക്കിയിട്ടുള്ളത്. പിന്നെ ചെറിയ മോനക്ക് പപ്പടം നിർബന്ധമാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പേരിയും അതുപോലെ വെണ്ടക്ക ഫ്രൈ ചെയ്തതൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മൂത്ത മോനക്ക് സ്കൂളിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സിൽ എല്ലാം ആക്കി കൊടുത്തിട്ട് അവനെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനക്ക് 8:30 ആകുമ്പോൾ തന്നെ വണ്ടി വരും. 8:30 8:45 ആ ഒരു സമയത്ത് വണ്ടി വരും കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അവനക്കുള്ള ചോറും അതുപോലെ സ്നാക്സും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അവന് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ വരും കേട്ടോ വണ്ടി. അപ്പോൾ അതിൽ അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിക്കാരൻ അധികം നേരം ലേറ്റ് ആയാൽ ദേഷ്യം പിടിക്കും. അപ്പോൾ ആദ്യം തന്നെ അവനൊക്കെ റെഡിയാക്കിയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ആൾക്കുള്ളതും ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കണുണ്ട്. പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. പിന്നെ അവനെ എണീപ്പിക്കണം, പിന്നെ അവൻ്റെ കാര്യങ്ങൾ കുറച്ചുണ്ട്, അതൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ആൾക്കെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൂത്ത ആളെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 8:30 8:45 ഉള്ളിലായിട്ട് വണ്ടി വരും. ആദ്യം തന്നെ അവൻ അവിടെ പോയി നിൽക്കാറാണുള്ളത് കേട്ടോ. അങ്ങനെ അവൻ പോയി കഴിഞ്ഞാൽ ഇതാ നമ്മൾ രാവിലത്തെ വർക്ക് കഴിഞ്ഞാൽ കിച്ചണിൻ്റെ ആ ഒരു ഹാലാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓവൻ്റെ പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾക്ക് കുറച്ച് സമയം മോനെ എണീപ്പിക്കാനും മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. അപ്പോൾ സ്പഞ്ചൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഓരോ സ്പഞ്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് എല്ലാം വൈകിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം താഴെ വെക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ മോനെ എണീപ്പിച്ചിട്ട് അവനക്ക് ഫുഡ് കൊടുക്കലും അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ സ്കൂളിൽ വിട്ടതിൻ്റെ ശേഷം ഞാനും ചായ കുടിക്കും. പിന്നെ ഹസ്ബൻഡും പോയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് അവൻ ഇപ്പോൾ പോവുകയാണ്. മക്കൾ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി ജോലി കഴിഞ്ഞ പോലെയാണല്ലോ. പിന്നെ അവനെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കാറാണ് കേട്ടോ, ചെറിയ മോനെ. അവൻ്റെ സ്കൂള് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവനക്ക് വണ്ടിയൊന്നും ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് കൊണ്ടാക്കി കൊടുക്കാനുള്ളൂ. നടക്കണ ദൂരേ ഉള്ളൂ കേട്ടോ. അതിന് പിന്നെ എന്നും ഹസ്ബൻഡ് കൊണ്ടാക്കി കൊടുക്കാറാണ്. അങ്ങനെ പിന്നെ ഹസ്ബൻഡും പോയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉച്ചക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കേണ്ടുള്ളൂ. രാവിലെ പിന്നെ ഉമ്മക്ക് രാവിലെ കുറച്ച് നേരത്തെ എണീക്കലൊക്കെ ബുദ്ധിമുട്ടാണ്, തണുപ്പാകുമ്പോഴൊക്കെ. അപ്പോൾ ഉമ്മ സുബഹിസ്കരിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. പിന്നെ ഇതാ സ്പഞ്ചൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് പിസ്ത ഫ്ലേവറിലുള്ള കേക്കും ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെയാണ് കേട്ടോ. പിന്നെ സിക്കിൾസ് പോപ്സ് ആ ഒരു സെറ്റും വേറെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടിയുള്ള സ്പഞ്ചാണ്. അപ്പോൾ ടോട്ടലി നമുക്ക് ഇവിടെ ആകെ 3 കേക്ക് ഓർഡർ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സിക്കിൾസിനും പോപ്സിനൊക്കെ വേണ്ടതും ഒക്കെയാണ് കേട്ടോ.
അപ്പോൾ 2-3 പാത്രങ്ങൾ യൂസ് ചെയ്തിട്ട് ബേക്ക് ചെയ്യണതുകൊണ്ട് തന്നെ ഒരുപാട് കേക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് ആകെ 3 ഓർഡർ അന്ന് വൈകിട്ട് കൊടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് വാഞ്ചോ കേക്കാണ്. വാഞ്ചോ കേക്കിനെ ക്രം കോട്ടിങ് ചെയ്ത് ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യാണ്. അപ്പോൾ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഫൈനൽ കോട്ടിങ് ചെയ്യാണ്. അപ്പം ഇത് വാഞ്ചോ കേക്കിൻ്റെ ഒന്നും റെസിപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കൂടുതൽ വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്കിനിടക്കാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഞങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാ ഈ ഒരു കേക്കിനെ ഞാൻ ഫൈനൽ കോട്ടിങ് ചെയ്ത് ഷാർപ്പ് എഡ്ജാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗണേശ ഒഴിച്ചു കൊടുക്കുക, ഡെക്കറേഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം ഗണേശ ഒഴിച്ചു കൊടുക്കുള്ളൂ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിസ്ത ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ പിസ്ത എസെൻസ് ചേർത്തിട്ടുണ്ട്, പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പിസ്ത ഫ്ലേവറിലുള്ള ചോക്ലേറ്റൊക്കെ അവൈലബിൾ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെ കിട്ടണില്ല കേട്ടോ. പിന്നെ ഇതിന് ഞാനിവിടെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യണതിൽ ഈ ഒരു കേക്കിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മാജിക് കളേഴ്സിലുള്ള കളറാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതിനെ ഡ്രിപ്പായിട്ട് കൊടുക്കുന്നതും ഇതിൻ്റെ ഈ ഒരു ഒലീവ് ഓയിൽ എന്നുള്ള കളറ് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ക്രീമിലും പിന്നെ ഗണേഷിൽ ഡാർക്ക് ഷെയ്ഡും വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡ്രിപ്പ് ആദ്യം സൈഡിലായിട്ട് കൊടുത്തു, പിന്നെ ടോപ്പിലായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഡ്രിപ്പായി താഴത്തേക്ക് വരില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി നമുക്ക് ഈ ഒരു ഡിസൈൻ വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ടോപ്പിൽ സെൻറ്ററിൽ മാത്രമായിട്ട് ഞാൻ നന്നായിട്ട് ഗണേഷ് കൊടുത്തിട്ടുള്ളൂ. അത് ഈ ഒരു സൈഡിൽ കൊടുക്കാത്തത് ഈ ഒരു ഡെക്കറേഷൻ സൈഡിൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡെക്കറേഷന്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ടിങ്ങനെ എന്താ പറയുക പൈപ്പിംഗ് ബാഗിനെ ഒന്ന് പ്രസ് ചെയ്യുക, താഴെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ വരും. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടത്. അപ്പോൾ ഡ്രിപ്പ് കൊടുക്കുന്ന സമയത്ത് വൈറ്റ് ചോക്ലേറ്റിൽ നമ്മൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഗണേഷ് ഉണ്ടാക്കുമ്പോൾ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതിനെ ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്തിട്ടുള്ളത് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ കൂടി ചേർത്തിട്ടാണ് ക്രം കോട്ടിങ് ചെയ്തത്. അതായിട്ടൊരു റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു കേക്കിനെ ഫൈനൽ കോട്ടിങ് ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ടൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു നൈഫ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നൈഫ് സെറ്റായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ഇത് ഓൺലൈനായിട്ടും അതുപോലെ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പല ഷേപ്പിലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ ഷേപ്പിലുള്ള ഡെക്കറേഷൻസാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കേക്കിൽ ചെയ്യണുണ്ട് കേട്ടോ. പിന്നെ വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഇങ്ങനെ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. പിന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന 1.5 കിലോയിലുണ്ടായിരുന്ന ബ്രൈഡ് ടു ബി കേക്കാണിത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. മുകളിലായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ടോപ്പറും ഉണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ ചെറുതായിട്ടൊരു ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ഡ്രിപ്പ് കാണുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഡെക്കറേഷന് ആ ഡ്രിപ്പ് അത്ര മാച്ചല്ല, പിന്നെ ചെയ്തത് അത്ര കാണുന്നില്ല കേട്ടോ. അപ്പോൾ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പിക്കിൽ ആ ഒരു ഡ്രിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തപ്പോൾ അത്ര കണ്ട് കാണുന്നില്ല. അതുകൊണ്ട് ആ ഫോട്ടോയിലും അധികം ക്ലാരിറ്റിയിലൊന്നും അത് കാണുന്നില്ല. അങ്ങനെ സിക്കിൾസ് ഉണ്ട്, പോപ്സ് ഉണ്ട്, ഡോണട്ട് ഉണ്ട്, കപ്പ് കേക്കും ഉണ്ട്. ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ കൂടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ 6 പീസ് വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഫോട്ടോസൊന്നും അധികം ക്ലാരിറ്റി കിട്ടണില്ല. ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അത്ര ക്ലാരിറ്റി കിട്ടണില്ല. അതുകൊണ്ട് ഫോട്ടോസിനോടൊക്കെ ഇപ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടാതെ ഫോട്ടോ എടുക്കുമ്പോൾ അധികം അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നൂലല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചമുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ നിൽക്കാറുള്ളൂ. അതെല്ലാം ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ മടിയാണ്. ഇനിയിപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ക്ലിയർ ഉണ്ടാവില്ല എന്ന് തോന്നും. പിന്നെ റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാനാണെങ്കിൽ മടിയാണ് കേട്ടോ. അപ്പോൾ പിസ്ത ഫ്ലേവറിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ആ ഒരു ഫോട്ടോ എടുത്ത് എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും എടുത്തിട്ട് പിന്നെ ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വൈകിട്ടാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്കത്തെ വർക്കിൻ്റെ കാര്യങ്ങളിൽ കുറേയൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുറച്ചൊരു തിരക്ക് ഒഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളും ഉണ്ടാവാറുള്ളത്. പിന്നെ ഇതുപോലത്തെ കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അത് ഉമ്മയായിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു സമാധാനമാണ് കേട്ടോ. കൂടുതൽ വർക്കൊക്കെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് വരും.
റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നല്ലൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്